നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 30 1201 ആണ്ട് കന്നിമാസം 14 ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇന്ന് ഉദയ നക്ഷത്രം വരുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാട നക്ഷത്രം പൊതുവെ ശുഭനക്ഷത്രമാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ്. ചൊവ്വ നമുക്ക് അനുകൂലപ്രദമായ ഒരു നക്ഷത്രമല്ല. പാപഗ്രഹങ്ങളിൽ ശക്തനായിട്ടുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ. അതുകൊണ്ട് ചൊവ്വയുടെ ദിവസം എല്ലാവർക്കും ചൊവ്വ അങ്ങനെ ഉപദ്രവകാരിയാണ് എന്നൊന്നും അല്ല. ഭൂരിപക്ഷം പേരുടെ ഫലത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ദിവസഫലവും മാസഫലവും വാർഷിക ഫലവും ഒക്കെ പറയണേ. അപ്പോൾ ചൊവ്വ ഉച്ചത്തിലോ സ്വക്ഷേത്ര ബലവാനായോ ചില യോഗകാരകരായിട്ട് രുചക മഹായോഗത്തോടു കൂടിയോ ശശിമംഗള യോഗത്തോടെയൊക്കെ നിൽക്കുന്നവർക്ക് ചൊവ്വ ഉപദ്രവം ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ഇതൊന്നും എല്ലാവർക്കും ഉള്ളതല്ല, വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമാണ്. അപ്പോൾ ചൊവ്വയുടെ ബന്ധം നിൽക്കുന്ന ഈ ദിവസം നമ്മൾ ഓരോ ചൊവ്വ ചെയ്യണ എന്താണ്? ആക്സിഡൻറ്റ് ഉണ്ടാക്കുക, തീപ്പൊള്ളലുണ്ടാക്കുക, ശത്രുക്കളെ ശല്യം ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ വരാനുള്ള ഇടയുള്ളത് കൊണ്ട് നമുക്കിതെല്ലാം നമ്മൾ രാവിലെ തൊട്ട് സത്യരൂഢി പോവുകയാണെങ്കിൽ ആ ഒരു ദിവസം ഇതിൽ നിന്നെല്ലാം നമുക്ക് അതിജീവിച്ച് പോകാം. താൻ പാതി ദൈവം പാതി. ദൈവത്തെയും പ്രാർത്ഥിച്ച് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് കാര്യത്തിൽ നിന്നും അതിജീവിച്ച് പോകാൻ സാധിക്കും. അതുപോലെ ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ കന്നിമാസത്തിലെ പൂരാട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക്, ചൊവ്വാഴ്ചയാണ് ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പേടിക്കണം. മറ്റൊരു ദിവസം നമുക്ക് ശ്രദ്ധിച്ച് പോയാൽ മതി. ഒരു വർഷമൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മസിൽ പിടിച്ച് പോകുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പലപ്പോഴും നമ്മൾ അശ്രദ്ധ വരും. അപ്പോൾ ആ ദോഷം ബാധിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? അതിനു വേണ്ടി ചൊവ്വയെ അതിജീവിച്ച് പോകണം. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, സുബ്രഹ്മണ്യസ്വാമിയാണ് ചൊവ്വയുടെ ദേവൻ, മുരുകനാണ്. മുരുകനെ പ്രാർത്ഥിക്കണം. മുരുക ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകമോ പഞ്ചാമൃത അഭിഷേകമോ അർച്ചനയോ നടത്തണം. ഇല്ലെങ്കിൽ അടുത്തുള്ള ശക്തി ദേവീക്ഷേത്രത്തിൽ, ദുർഗാക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കണം. അതേപോലെ ഒരു ശ്രീമുരുക യന്ത്രം നമുക്ക് ദേഹരക്ഷയായിട്ട് ധരിക്കണം. അപകടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി മൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ഒരു വർഷത്തെ ഫലത്തെ, ഒരു വർഷത്തേക്കുള്ള പ്രൊട്ടക്ഷൻ കെട്ടി ധരിച്ചോളുക. കുറച്ച് പേരൊക്കെ ഇങ്ങനെ ആ മാസത്തിലെ ബർത്ത്ഡേ ഒക്കെ വരത്തുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും സൂക്ഷിച്ചിറങ്ങണം. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് രാവുകാലം. നമ്മളൊക്കെ ഓരോ കാര്യത്തിന് ഇറങ്ങണമൊക്കെ മിക്കവാറും രാവിലെ ഉച്ചയ്ക്കൊക്കെ ആയിരിക്കാം. ഇത് ഉച്ചയ്ക്ക് ശേഷമാണ് പറഞ്ഞത്. 3 മണി മുതൽ 4 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാവുകാല സമയം വരുന്നത് 3 മണി 13 മിനിറ്റ് തൊട്ടേ ആരംഭിക്കുള്ളൂ. 13 മിനിറ്റ് തൊട്ട് കഴിഞ്ഞിട്ടേ തുടങ്ങുകയുള്ളൂ. 4:30 മണിക്ക് തീരത്തില്ല. 4:43 വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം യാത്ര ആരംഭത്തിനാണ് പ്രാധാന്യം. എന്തെങ്കിലും യാത്രയ്ക്ക് ഇറങ്ങാൻ പറ്റിയ സമയമല്ല. രാവുകാലം അതിന് മാത്രമേ ബാധകമുള്ളൂ. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. 12:14 തൊട്ട് 1 മണി 44 മിനിറ്റ് വരെ ഗുളികനും 9:16 തൊട്ട് 10:45 വരെ യമകണ്ഠനും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ, കാരണം നമ്മൾ വിദേശത്തൊക്കെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ ചില എഗ്രിമെൻറ്റിൽ ഒപ്പിടാനോ മറ്റു കാര്യത്തിനോ അയ്യോ ഇന്ന് മുഹൂർത്തം ഇല്ല, ഇന്ന് നല്ല ദിവസമല്ല, നമുക്കിനി വേറൊരു ദിവസം എടുക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പോയി കിട്ടും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക. എല്ലാ ദിവസവും നമുക്ക് അങ്ങനെ ഒരു സമയം തന്നിട്ടുണ്ട്, 2 നാഴികയോളം സമയം. അത് സൂര്യ ഉദയം തൊട്ട് 14 നാഴിക തൊട്ട് 16 നാഴിക വരെ 2 നാഴിക സമയം, അതായത് 48 മിനിറ്റ്. ഇതിൽ 44 മിനിറ്റും നമുക്കെടുക്കാം. മധ്യത്തിൽ 4 മിനിറ്റ് പോയിട്ട് ഈ സമയം വരുന്നത്, അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11 മണി 50 മിനിറ്റ് തൊട്ട്
12:38 വരെയാണ്. ഈ 48 മിനിറ്റ് സമയം നമുക്ക് ഒരു പ്രത്യേക പോസിറ്റീവ് കവചമുള്ള സമയമായതുകൊണ്ട് ഈ സമയം നമുക്ക് ഓരോ ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും, ഇന്ന് ചൊവ്വാഴ്ചയാണ്, ചൊവ്വയുടെ കളറായ റെഡ് കളറ് നമ്മൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മളുടെ ചൊവ്വയുടെ നെഗറ്റീവ് കുറയ്ക്കാനും പോസിറ്റീവ് ഫലം സിദ്ധിക്കാനും മറ്റ് ദോഷങ്ങളിൽ നിന്ന് അതിജീവിച്ച് പോകാനും നമുക്ക് കാരണമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.